ഒറ്റ സെക്കൻഡേ പോവല്ലേ. ഈ താഴെ ഈ ഫോട്ടോയിൽ കാണുന്ന ഇവനെ കണ്ടോ? ഇവൻ നല്ല ഒന്നാം തരം ഉടായ്പക്കാരനാണോ? നിന്റെ മൂക്കിന് താഴെ വലിയ മീശയ്ക്ക് വെച്ചിട്ടുണ്ടല്ലോ, അത് ഒറിജിനൽ മീശ തന്നെയാണോ? ഇനി അതല്ല, ഇനി ഏതെങ്കിലും ഒരു വാടക ട്രൂപ്പിൽ നിന്നും എടുത്ത ഏതെങ്കിലും ഒരു ഡമ്മി മീശയാണോ? നീ ആണാണെങ്കിൽ, നട്ടല്ലോളവനാണെങ്കിൽ, ഞാൻ ഷിംജിത എന്ന് പറയുന്ന നരാധമയായ സ്ത്രീ ദീപക് എന്ന് പറയുന്ന സഹോദരനോട് ചെയ്ത കൊടും ക്രൂരതയെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സകല സമൂഹ മാധ്യമങ്ങളുടെയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത ആ വിഷയത്തിൽ, ആ വീഡിയോകളിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഞാൻ മതം പറഞ്ഞ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ്, നട്ടലുണ്ടെങ്കിൽ, ആണത്തമുണ്ടെങ്കിൽ നീ കാണിച്ചതാ. ഞാൻ മതം പറഞ്ഞു. അത് പറഞ്ഞത് ബസ്സിൽ ആണും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് മറ വേണമെന്ന് പറഞ്ഞ നിന്റെ സ്റ്റേറ്റ്മെന്റിലാണ് ഞാൻ മതം പറഞ്ഞത്. എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞത്? ഈ ഒരു ഇൻസിഡന്റ്, ഈ ഒരു സാഹചര്യം, അതിൽ നിന്നെ അങ്ങനെ കൊണ്ട് പറയിപ്പിച്ചത്. മറ്റൊരുത്തനും പറയാത്ത കാര്യത്തെ വളച്ചൊടിച്ചതിൽ മതം പറഞ്ഞ് അത് കണ്ടന്റ് ആക്കുന്ന ഇവനെ പോലെയുള്ളവന്മാരെ പ്രത്യേകം സൂക്ഷിക്കണം. അല്ലാതെ നീയൊക്കെയല്ലേ ഇത്രയും കാലം ആണും പെണ്ണും തമ്മിൽ പരസ്പരം കൂടിക്കലർന്നാൽ എന്താണ് പ്രശ്നം, ഇവിടെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു ഉസ്താദ് സംസാരിച്ചു കഴിഞ്ഞാൽ ആ പാവം ഉസ്താദ് സംസാരിച്ചതിന്റെ വീഡിയോ ശകലം എടുത്ത് കട്ട് ചെയ്ത് അത് നിന്റെ സമൂഹ മാധ്യമങ്ങളിൽ കൊണ്ട് റിയാക്ഷൻ ചെയ്ത് പാവം ഉസ്താദുമാരെ അവഹേളിച്ചവനും കളിയാക്കിയവനുമല്ലേ നീ? ആണിനും പെണ്ണിനും മറ വേണം, അവർ പരസ്പരം കൂടിക്കലർന്നാൽ പല ഭവിഷ്യത്തുകളും ഉണ്ടാകുമെന്ന് ഇസ്ലാം പഠിപ്പിച്ച കാര്യം ആ ഉസ്താദുമാർ പറഞ്ഞു വെച്ചപ്പോൾ അതേ കാര്യം തന്നെയല്ലേ നീയും പറഞ്ഞത്? സംഭവം നിന്റെ കയ്യിൽ നിന്ന് പോയി, എന്നിട്ട് സർക്കാസം എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് മെഴുകുകയാണ്. സർക്കാസമല്ല, സർക്കസ്, തേങ്ങാക്കോല.